പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പിക്കിൾ ഈസ് സീൻ സ്റ്റോർഡ് ഇൻ എ മെറ്റൽ കണ്ടെയ്നർ ഇൻ കിച്ചൺ. ഇസ് ദിസ് കറക്റ്റ്? ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ വീട്ടിൽ അച്ചാറ് ലോഹത്തിന്റെ പാത്രത്തിലാണോ സ്റ്റോർ ചെയ്യാറ്? അല്ലല്ലോ, ഒരിക്കലും നമ്മൾ അച്ചാറ് ലോഹത്തിന്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യാറില്ല. കാരണം എന്താണ്? അച്ചാറിൽ അടങ്ങിയ ആസിഡും പിന്നെന്താ മെറ്റലും തമ്മിൽ പ്രവർത്തിക്കും അല്ലെ. അച്ചാറിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അച്ചാർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിനാഗിരി ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഈ വിനാഗിരിയിൽ എന്ത് അടങ്ങിയിട്ടുണ്ട് മക്കളെ? അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടില്ലേ. ഈ അസറ്റിക് ആസിഡും മെറ്റലും തമ്മിൽ പ്രവർത്തിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ലോഹത്തിന്റെ പാത്രത്തിൽ അച്ചാർ സൂക്ഷിക്കാറില്ല. അതായത് നമ്മൾ ഒരു ഇരുമ്പിന്റെ പാത്രത്തിൽ അച്ചാർ സ്റ്റോർ ചെയ്യോ? ഇല്ല. അങ്ങനെ സ്റ്റോർ ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുക? ആ അച്ചാറിന് ടേസ്റ്റേ മാറില്ലേ. ഒരു ഇരുമ്പ് ചൊവയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ആ മെറ്റലിന് എന്ത് സംഭവിക്കാം? കൊറോഷൻ വരെ സംഭവിക്കാം. നമ്മൾ കുറെ കാലം എന്താണ് അതിൻ്റെ അകത്ത് അച്ചാർ സൂക്ഷിച്ചു വെച്ചാൽ അതിന് കൊറോഷൻ വരെ സംഭവിക്കാം. നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ പറയാ? പിക്കിൾസ് ആർ യൂഷ്വലി ക്വൈറ്റ് ആസിഡിക് ബിക്കോസ് ഓഫ് ദി വിനാഗർ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ അച്ചാറിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? വിനാഗിരി ചേർത്തിട്ടല്ലേ നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്? വെൻ സ്റ്റോർഡ് ഇൻ മെറ്റൽ കണ്ടെയ്നേഴ്സ് ദ ആസിഡ് ക്യാൻ റിയാക്ട് വിത്ത് ദി മെറ്റൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ കണ്ടെയ്നറിൽ നമ്മൾ അച്ചാർ സ്റ്റോർ ചെയ്താൽ അവിടെ ആസിഡും മെറ്റലും തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. ആസിഡും മെറ്റലും തമ്മിൽ അവിടെ എന്താ പ്രവർത്തിക്കും. ദിസ് റിയാക്ഷൻ കാൻ കോസ് ദ മെറ്റൽ ടു കൊറോഡ്. മെറ്റലിന് കൊറോഷൻ വരെ സംഭവിക്കാം. പിന്നെ എന്താ പറയുക? ആൻഡ് മേ റിസൾട്ട് ഓഫ് ഫ്ലേവർ ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക് ഇഫ് ഹാർംഫുൾ കോമ്പൗണ്ട് ലീഡ്സ് ടു ദി പിക്കിൾ. അപ്പൊ എന്താണ്? കൊറോഷനൊക്കെ സംഭവിക്കൂല. അപ്പോൾ എന്താണ്? നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ്, ആ അച്ചാറൊക്കെ കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്ക് താഴെ ഇങ്ങനെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇതിന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ. ഒരു ടേബിൾ നൽകിയിട്ടുണ്ട് അല്ലെ. എന്താണ് നോക്കുക നമുക്ക്? ദ ടേബിൾ ബിലോ ഷോസ് ദ ചേഞ്ച് ഇൻ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ ഡിഫറെന്റ് സബ്സ്റ്റൻസസ്. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പുറത്ത് എന്താണ്? കുറെ സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ മക്കളെ? സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പദാർത്ഥങ്ങളല്ലേ. ഓക്കെ, ഇത് പദാർത്ഥങ്ങൾ. ആൻഡ് ഇതെന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ എന്ത് കളറാണ്? നിറവ്യത്യാസം എന്താണ്? ഓക്കെ, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ നിറവ്യത്യാസം. ഓക്കെ, മിസ് എഴുതണം ഇവിടെ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം മാറ്റം. ഓക്കെ. അപ്പൊ നോക്കടാ, ആദ്യത്തെ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നാരങ്ങാ നീരല്ലേ. ലെമൺ ജ്യൂസ് ഇതാ മിസ് ഇതിന്റെ താഴെ എഴുതുന്നുണ്ട് കേട്ടോ. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നാരങ്ങാ നീര് മലയാളം മീഡിയം കുട്ടിക്ക് വേണ്ടി എഴുതുന്ന കേട്ടോ. നാരങ്ങാ നീരിന് എന്ത് കളറാ? ടേൺ റെഡ്. ചുവപ്പ് നിറമായിട്ട് മാറുന്നു അല്ലെ. ടേൺ റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമായിട്ടാ മാറുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി നിങ്ങൾ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. എന്താണടാ? പഞ്ചസാര ലായനിയാണ്. അതിന് നോ കളർ ചേഞ്ച്, നിറമില്ല അല്ലെ. ഓക്കെ, നിറമില്ല. ഇതിന് നിറമില്ല. ഓക്കെ, ഇതിനും അങ്ങനെ തന്നെയല്ലേ, നിറമില്ല. ഇനി എന്താ? സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി. കളർ ഉണ്ടോ? ഇല്ല. ഇനി എന്താ? ടെമാറിൻ വാട്ടർ. ഇത് പുളിവെള്ളമാണ് കേട്ടോ. ടെമാറിന്റെ എന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. പുളിവെള്ളം എന്താ സംഭവിക്കുന്നത്? യെസ്, ചുവപ്പായി മാറുന്നു. ഓക്കെ, നീല ലിറ്റ്മസ് പേപ്പർ എന്ത് കളറായിട്ടാ മാറുന്നത്? ചുവപ്പായിട്ട് മാറുന്നു. ഇനി അടുത്തതോ? പ്യുവർ വാട്ടർ അല്ലെ. ശുദ്ധജലം എന്താ ചെയ്യുന്നത്? നോ കളർ ചേഞ്ച്. ഇനി അടുത്ത നോക്ക്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? മോര്, തൈര്, ആ ഒരു കാറ്റഗറി പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മോര്. ഓക്കെ, ഇനി എന്താണ്? അതിൻ്റെതാ ടേൺ റെഡ്, ചുവപ്പായിട്ട് മാറുന്നുണ്ട്. യെസ്, അഗൈൻ ചുവപ്പായിട്ട് മാറുന്നു. ഓക്കെ, ചുവപ്പായിട്ട് മാറുന്നു. ഇനി അടുത്തെന്താ? വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താടാ? യെസ്, വിനാഗിരിയിൽ എന്ത്? വിനാഗിരിയിൽ ആസിഡ് മിസ് ഇപ്പൊ പറഞ്ഞേനെ. അപ്പൊ ടേൺ റെഡ് അല്ലെ, ചുവപ്പായിട്ട് മാറുന്നു. യെസ്, ചുവപ്പായിട്ട് മാറുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിക്കുവാന്ന് നോക്കാം അല്ലെ.
അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കി നിങ്ങൾ, അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ്. അപ്പൊ എന്താ പറയുക, നമ്മുടെ നിഗമനം പറയാനാ, ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ട് വിശകലനം ചെയ്യാനാ, ടേബിൾ വിശകലനം ചെയ്യാനാ ചോദിക്കുന്നത്. അപ്പോ എന്താ നിങ്ങൾ ഇവിടെ കാണുന്നത്? ഇവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ടാ മാറുന്നത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ടാ മാറുന്നത്? റെഡ് ആയിട്ടല്ലേ മാറുന്നത്. അപ്പോ ഏതിലും നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താലാണ്, ഏത് തരത്തിലുള്ള പദാർത്ഥങ്ങളിൽ, ഏത് തരത്തിലുള്ള സബ്സ്റ്റൻസുകളിൽ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താലാണ് നമുക്ക് റെഡ് കളർ കിട്ടുന്നത്? അത് ആസിഡ് അല്ലേ? മിസ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ABR എന്ന് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ABR എന്ന് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ആസിഡ്. A എന്ന് പറഞ്ഞാൽ എന്താടാ? A എന്ന് പറഞ്ഞാൽ ആസിഡ്, B എന്ന് പറഞ്ഞാൽ ബ്ലൂ, R എന്ന് പറഞ്ഞാൽ എന്താടാ? റെഡ്. അതായത് ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ലെമൺ ജ്യൂസ് എന്താ മക്കളെ? ലെമൺ ജ്യൂസ് ഒരു ആസിഡ് ആണ്. ലെമൺ ജ്യൂസ് ആസിഡ് അല്ലേ? അതേപോലെ തന്നെ ടെമാറിൻ വാട്ടർ, അതും എന്താണ്? അതൊരു ആസിഡ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് എന്താ? അതും ഒരു ആസിഡ് ആണ്. ആൻഡ് ലാസ്റ്റ് വിനാഗർ. വിനാഗർ എന്താണ്? അതും ഒരു ആസിഡ് ആണ് അല്ലേ? ഈ പറഞ്ഞതിലൊക്കെ എന്താണ്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോ ആസിഡ് അടങ്ങിയ പദാർത്ഥങ്ങളിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ അത് എന്തായിട്ടാ മാറുന്നത്? ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആയിട്ടല്ലേ മാറുന്നത്? ചുവപ്പ് നിറമായിട്ടല്ലേ മാറുന്നത്? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ നിറമാറ്റം സംഭവിച്ചത് എല്ലാ ആൾക്കാരും എന്താടാ? ഈ നിറമാറ്റം സംഭവിച്ച എല്ലാ ആൾക്കാരും ആസിഡുകളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം അല്ലെ. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാവരും എന്താടാ? നിറമാറ്റം സംഭവിച്ച എല്ലാ സബ്സ്റ്റൻസുകളും എന്താണ്? ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാലോ. റൈറ്റ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വി ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്റർ, പ്രകൃതിദത്ത സൂചകം ഏതാണെന്നാ ചോദിക്കുന്നത്. പ്രകൃതിദത്ത സൂചകം. ഓക്കെ, മിസ് ഇവിടെ എഴുതി തരാം കേട്ടോ. പ്രകൃതിദത്ത സൂചകം കേട്ടോ. പ്രകൃതിദത്ത സൂചകം അല്ലെ? സൂചകം എന്തിനു പകരം? നീല ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതിദത്ത സൂചകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടേമറിക് പഠിച്ചിട്ടുണ്ട്, ഹിബിസ്കസ് പഠിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളൊക്കെ, രണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റർ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾ പറയാ? നമുക്ക് ഹിബിസ്കസ് പറഞ്ഞു കൊടുക്കാം അല്ലെ. ഹിബിസ്കസ്. ഓക്കെ, ഹിബിസ്കസ് അതായത് എന്താടാ? ചെമ്പരത്തി. അപ്പൊ ചെമ്പരത്തിക്ക് എന്താ മിസ്? എന്താ ചെമ്പരത്തി പറഞ്ഞെന്ന് അറിയോ നിങ്ങൾക്ക്? ചെമ്പരത്തി നമ്മളൊരു ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ എന്ത് കളറാ ഉണ്ടാവുക? പിങ്ക് നിറമാ ഉണ്ടാവുക. ഓക്കെ, ബേസിൽ മുക്കിക്കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ ടെർമറിക് പറയാൻ പറ്റുമോ? ടെർമറിക് ആസിഡിൽ നോ കളർ ചേഞ്ച് അല്ലേ? ടെർമറിക് നമുക്ക് മുക്കിക്കഴിഞ്ഞാൽ ആസിഡിൽ കളർ ചേഞ്ച് തരുമോ? ഇല്ല. ബേസിലാണ് നമ്മൾ മുക്കുന്നതെങ്കിൽ നമുക്ക് ഡീപ്പ് റെഡ് കളർ കിട്ടും. പക്ഷെ ആസിഡിലാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. ഇവിടെ ഇത്രയും ആൾക്കാർ തന്നിട്ടുണ്ടല്ലേ, ഇത്രയും ആൾക്കാർ. നമ്മളൊരു ടേമറിക്കിന്റെ പേപ്പറാണ് എടുത്തതെങ്കിൽ, ടേമറിക്കിന്റെ പേപ്പറാണ് നമ്മൾ ഈ പറഞ്ഞ സബ്സ്റ്റൻസുകളൊക്കെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാ നമുക്ക് കളർ ചേഞ്ച് കിട്ടുക? നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതായത് ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞ ആസിഡാ. നമ്മൾ ടേമറിക് പേപ്പർ ആസിഡിൽ മുക്കിയ പിന്നെന്താ? മഞ്ഞ നിറം അതേപോലെ തന്നെ ഉണ്ടാവും. ടെർമറിക് പേപ്പറിന്റെ ഒരു യെല്ലോ കളർ പേപ്പർ ഇല്ലേ, അത് അതേപോലെ ഉണ്ടാവും. തൊട്ട് താഴെ ആരാളുള്ളത്? ഷുഗർ സൊല്യൂഷൻ ആണുള്ളത്. ഷുഗർ സൊല്യൂഷനിൽ മുക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ആരാണെന്ന്, ആസിഡ് ഏതാണ് അല്ലെ, ആസിഡ് ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹിബിസ്കസ് ആണെങ്കിൽ ആസിഡിൽ എന്ത് കളറാ? പിങ്ക് നിറമാ തരുക. അതുകൊണ്ടാണ് മിസ് ഹിബിസ്കസ് എടുത്തത്. അപ്പൊ ഹിബിസ്കസ് ആസിഡിൽ എന്ത് കളറാടാ? ആസിഡില് പിങ്ക് കളറാ തരുക കേട്ടോ. പിങ്ക് കളറാ തരുക. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിലൊക്കെ നമ്മൾ എന്ത് ഡിപ്പ് ചെയ്ത് നോക്കുക? ഹിബിസ്കസ് പേപ്പറും ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ ഹിബിസ്കസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലെമൺ ജ്യൂസിലെ ലെമൺ ജ്യൂസിൽ മുക്കുമ്പോൾ നമുക്ക് പിങ്ക് നിറം കിട്ടും. അതേപോലെ തന്നെ ടമാറിൻ വാട്ടറിൽ മുക്കിക്കഴിഞ്ഞാൽ പിങ്ക് നിറം കിട്ടും. യെസ്, അതേപോലെ തന്നെ ബട്ടർ മിൽക്കിൽ മുക്കിക്കഴിഞ്ഞാൽ പിങ്ക് നിറം കിട്ടും. ആൻഡ് ലാസ്റ്റ് എന്താണ്? വിനാഗറിന്റെ അകത്ത് മുക്കിക്കഴിഞ്ഞാൽ പിങ്ക് നിറം കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാലോ. നെയിം ദ ആസിഡ് വിച്ച് പ്രസന്റ് ഇൻ ഗിവൺ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. അപ്പൊ ഓരോന്നിലും അടങ്ങിയ ആസിഡ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? ലെമൺ ജ്യൂസ് അല്ലേ? ഓക്കെ, ലെമൺ ജ്യൂസിൽ അടങ്ങിയ ആസിഡ് ഏതാടാ? ലെമൺ ജ്യൂസ് സിട്രിക് ആസിഡ് അല്ലേ?
സിട്രിക് ആസിഡ്. നാരങ്ങാ നീരിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? അത് സിട്രിക് ആസിഡ് ആണ്. ഇനി അടുത്ത നോക്ക്, അടുത്ത ആരാണ്? ടെമാറിൻ വാട്ടർ അല്ലേ? യെസ്, ടെമാറിൻ വാട്ടർ. ടെമാറിൻ്റെ വാട്ടർ. നമ്മുടെ പുളിവെള്ളത്തിൽ അടങ്ങിയ ആസിഡ് ഏതാ? ടാർട്ടാറിക് ആസിഡ്. ഇത് പുളിവെള്ളം അല്ലേ? പുളിവെള്ളത്തിൽ അടങ്ങിയ എന്താണ്? ടാർട്ടാറിക് ആസിഡ്. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നാരങ്ങ നീരല്ലേ? ഓക്കെ, ഇനി അടുത്ത ബട്ടർ മിൽക്ക് ആൻഡ് വിനാഗർ അല്ലേ? ബട്ടർ മിൽക്കിൽ അടങ്ങിയ ആസിഡ് ഏതാ? മിസ് ഇത് ഇവിടെ എഴുതുന്നുണ്ടേ. ബട്ടർ മിൽക്ക് അതായത് മോരിലടങ്ങിയത് ലാക്റ്റിക് ആസിഡ്. ക്ലിയർ അല്ലേ? ഇത് മോരാണെടാ, മോര്. ഇനി അടുത്തതാ വിനാഗറിൽ അടക്കിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കാം അല്ലെ? യെസ്, അടുത്ത ചോദ്യം എന്താണ്? Anu and his friends are planning to make soap at school. What are the materials required for that? Briefly explain the procedure. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചത്? സോപ്പ് ഉണ്ടാക്കാൻ പോകണല്ലേ? സോപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അറിയണം, സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, സോപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നല്ലേ ചോദിച്ചത്? യെസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിന് ആവശ്യമായി നോക്കാലോ. മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? കാസ്റ്റിക് സോഡ. ഒന്നാമത്തെ എന്താ മക്കളെ? കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ എന്താ? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത്? കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ NaOH എന്ന് പറയും, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് കൊണ്ട് നമ്മളിവിടെ 20 സോപ്പാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് അളവ് എടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാസ്റ്റിക് സോഡ വേണം. എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കാസ്റ്റിക് സോഡ വേണം. പിന്നെ എന്താ? കോക്കനട്ട് ഓയിൽ വേണം അല്ലെ? അടുത്ത എന്താണ്? വാട്ടർ വേണം. അടുത്ത എന്താ? സോഡിയം സിലിക്കേറ്റ് വേണം, സ്റ്റോൺ പൗഡർ വേണം, കളർ വേണം ആൻഡ് പെർഫ്യൂം വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത്. അതായത് എന്തൊക്കെയാണ്? കാസ്റ്റിക് സോഡ വേണം, കോക്കനട്ട് ഓയിൽ വേണം, വാട്ടർ വേണം. അടുത്ത എന്താണ്? സോഡിയം സിലിക്കേറ്റ് വേണം, സ്റ്റോൺ പൗഡർ വേണം, പിന്നെ സോപ്പിന് കളർ വേണ്ടേ? മണം വേണ്ടേ? കളർ വേണം ആൻഡ് പെർഫ്യൂം വേണം. ഇത്രയുമാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസ്. ക്ലിയർ അല്ലടാ? അപ്പൊ എക്സാമിന് ചോദിച്ചാൽ ഈ ക്വാണ്ടിറ്റി എഴുതണമെന്നില്ല, നിങ്ങൾ എന്തൊക്കെ സാധനം വേണമെന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ? ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ ചെയ്യുന്നത് take water in a steel bowl and dissolve caustic soda in it. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സ്റ്റീൽ ബൗൾ എടുക്കുക. ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് എന്താ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ കാസ്റ്റിക് സോഡ ആഡ് ചെയ്യണം. കണ്ടോ, കാസ്റ്റിക് സോഡ ഒരു വെള്ളപ്പൊടി പോലെയാ. ആ കാസ്റ്റിക് സോഡ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കണേ, നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പാത്രത്തിന്റെ പുറമെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. ഓക്കെ, തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നോക്ക് മക്കളെ, ഇനി എന്താ നമ്മൾ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? യെസ്, അത് നോക്കാം, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് വെൻ കാസ്റ്റിക് സോഡ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കാസ്റ്റിക് സോഡ നന്നായിട്ട് അവിടെ ഹീറ്റ് പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ? യെസ്, ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രോസസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ എന്താ ചെയ്തത്? കാസ്റ്റിക് സോഡ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കലർത്തുക ചെയ്യുന്നത്, നന്നായിട്ട് സ്റ്റിർ ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ കലർത്തിയ ആ ഒരു സൊല്യൂഷൻ ഇല്ലേ, ഇതാ നമ്മൾ തൊട്ട് മുൻപേ ആ കലർത്തി വെച്ച ആ ഒരു സൊല്യൂഷൻ ബീക്കറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു പാൻ എടുക്കുന്നുണ്ട്, ഒരു പരന്ന പാൻ എടുക്കുന്നുണ്ട്. അതിൽ വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ടേക്ക് എന്താ ഒഴിച്ചു കൊടുക്കുക? അതിലോട്ടേക്ക് നമ്മൾ തൊട്ട് മുൻപ് ഡിസോൾവ് ചെയ്ത് വെച്ച ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത്. നോക്കി നിങ്ങൾ, ആഫ്റ്റർ ദ സൊല്യൂഷൻ കൂൾസ് ഡൗൺ, തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞു പാത്രം തൊട്ട് നോക്കി നല്ല ചൂടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതായത് കൂളായതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലോലി പോൺ ഇൻ എ ഫ്ലാറ്റ് വെസൽ കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ. ഒരു പരന്ന ഒരു വെസൽ എടുക്കുക, അതിനകത്ത് കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിർ ഇറ്റ് വെൽ വൈൽ പോറിങ്. അതായത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കണം.
ഒഴിക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ്, ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും 1 by 1 ആയിട്ട് ക്രമമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, എന്തിനാ നമ്മൾ ആഡ് ചെയ്യുന്നത്? സോപ്പിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും കേട്ടോ. സോപ്പിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും സോപ്പിന്റെ ബലം കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഇടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ്, കളർ ആൻഡ് പെർഫ്യൂം ക്യാൻ ബി ആഡഡ് ടു ദ സോപ്പ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഫ്രാഗ്രന്റ്. അപ്പൊ എന്താണ്? സോപ്പിന് കളറും മണമൊക്കെ വേണ്ടേ? അപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? കളറും പെർഫ്യൂം ഒക്കെ ആഡ് ചെയ്യണം. സ്റ്റിർ ഇറ്റ് ദ മിക്സ്ചർ കണ്ടിന്യൂസ്ലി ടിൽ ഇറ്റ്സ് ഗെറ്റ് തിക്കൻഡ്. അതായത് ഒരു കട്ടിയാവുന്ന കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യണം. ഇനി എന്താ പറയുന്നത്? pour the thick mixture into the mold. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൗഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മൗഡ് എങ്ങനെ ഉണ്ടാവും അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ എന്താണ് ഐസ് ക്യൂബ് ഒക്കെ വെക്കുന്ന ആ ഒരു ട്രേ കണ്ടിട്ടില്ലേ? ആ ട്രേ മാതിരിയാണ് എന്തുണ്ടാവുക? നമ്മുടെ മൗഡ് ഉണ്ടാവുക. നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള സോപ്പ് വേണമെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ എന്താണ് സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതുപോലെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പില് സോപ്പ് ആവണമെങ്കിൽ അതേ ഷേപ്പിലുള്ള മൗൾഡ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ മൗഡിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് മുൻപേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനത്. കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ വേഗത്തിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴത്തെ കമന്റ് ബോക്സിൽ അവിടെ എന്താണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ കമ്മ്യൂണിറ്റി കയറി ജോയിൻ ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാ നോട്ട്സുകളും ക്ലാസ്സസും പിന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.